എല്ലാവരും സഹായിക്കണം. എൻ്റെ അമ്മേനെ സഹായിക്കണം. ഞങ്ങളുടെ അമ്മ മരണത്തെ വിട്ടുകൊടുക്കരുത്. എൻ്റെ മക്കളെ ഓർത്ത് എല്ലാവരും സഹായിക്കണം. എൻ്റെ മക്കൾക്ക് ഞാനല്ലാണ്ട് വേറെ ആരും. എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. എൻ്റെ മക്കൾക്ക് ഞാൻ അമ്മയായിട്ടുണ്ടാകണം. നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. എന്നെ കൈവിടല്ലേ ഏട്ടാ. എൻ്റെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ. ഒന്നും ഉണ്ടാവില്ല മോളെ, ഒന്നും. ഈ പൊന്നു മോള് വിതുമ്പിക്കൊണ്ട് പറയുന്നത് കേട്ടോ, എൻ്റെ അമ്മയെ നിങ്ങൾക്ക് തിരിച്ചു തരണേ. ഈ മക്കള് കരഞ്ഞുകൊണ്ട് നിങ്ങളോട് പറയുന്നത് കേട്ടോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ അമ്മയെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു തരാൻ നിങ്ങളൊന്ന് സഹായിക്കണേ. ഈ സങ്കടവാക്കുകള്, ഈ ഒരു സങ്കട കാഴ്ച നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെയും മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെ പോകരുത്. ഒന്നും ഉണ്ടാവില്ല മോളെ കേട്ടാ. അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരും കേട്ടോ. ഒന്നും ഉണ്ടാവില്ല കേട്ടാ. ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാണാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ മക്കളുടെ സങ്കടം, ഈ മക്കളുടെ വേദന കേൾക്കാൻ സാധിക്കുന്നില്ല. അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ മക്കള് പറയുന്ന വാക്കുകൾ കേൾക്കാൻ സാധിക്കുന്നില്ല. അവസാന പ്രതീക്ഷയാണ് ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ. അവ എല്ലാവരും സഹായിക്കും. നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ലേ, കൈവിടല്ലേ. ആരും കൈവിടല്ലേ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ സഹായിക്കും. സങ്കടപ്പെടല്ലേ മക്കൾ. ഈ പൊന്നു മോള് കരഞ്ഞ് തളർന്ന് എന്റെ ഷോളറിൽ കിടന്നിട്ടുള്ളത്. ഈ പൊന്നു മോളടക്കം ഈ മക്കൾ 3 പേരും ചോദിക്കുന്നത് ഞങ്ങളുടെ അമ്മയെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ ഏട്ടാ, ഞങ്ങളുടെ അമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സഹായം നൽകണേ ഏട്ടാ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ പൊന്നു മക്കളുടെ അമ്മയുടെയും സങ്കടം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ 3 പെൺമക്കളുടെ അമ്മയെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. അമർഷാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിപ്പുള്ളത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് കാർത്തികാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് അനു എന്ന് പറയുന്ന 40 വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരിക്ക് വയറ്റിൽ ക്യാൻസർ പിടിപെട്ട് അതീവ ഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ്. എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റിവെച്ചാൽ മാത്രമേ ഈ സഹോദരിയുടെ ജീവൻ നിലനിർത്താൻ സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ മജ്ജ മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഓരോ നിമിഷം വൈകുന്നോറും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറി വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി മജ്ജ മാറ്റിവെച്ചില്ലെങ്കിൽ ഈ സഹോദരിയുടെ ജീവൻ തന്നെ നിലച്ചു പോകാനുള്ള സാധ്യതയേറെയാണെന്നാണ് മലബാർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. 50 ലക്ഷം രൂപ വളരെ എമർജൻസിയായി കണ്ടെത്തിയാൽ മാത്രമേ ഈ സഹോദരിയുടെ ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സർജറിയും തുടർ ചികിത്സകൾ ഒക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. സെൽ തെറാപ്പി എന്ന് പറയുന്ന ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ഈ ഒരു സഹോദരിക്ക് വളരെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനിയൊരു നിമിഷം വൈകിക്കൂടാ. ഓരോ നിമിഷം വൈകുന്നോറും മരണത്തെ മുഖാമുഖം കണ്ട് വളരെ പ്രയാസത്തിൽ അതീവ ദയനീയമായ സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ മക്കള് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്. ഈ മക്കള് വളരെ വേദനയോടുകൂടി ചോദിക്കുന്നത് ഞങ്ങളുടെ അമ്മയെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സഹായം നൽകുമോ? എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണം. ഞങ്ങളുടെ കൈവിടല്ലേ. അനുവിന്റെ ഭർത്താവ് ശ്രീനിവാസന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും വളരെ പെട്ടെന്ന് എമർജൻസിയായി എത്തിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കണം. കരയണ്ടേ കരയണ്ടോ കരയണ്ടട്ടാ. സങ്കടപ്പെടാതിരിക്കുക. നിങ്ങളെല്ലാവരും സഹായിക്കും, നിങ്ങളെല്ലാവരും സഹകരിക്കും, പ്രാർത്ഥനയോടെ കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസത്തോടുകൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ട ഈ ഒരു സങ്കടകരമായ അവസ്ഥ നിങ്ങളോട് പറയാൻ പുറത്ത് കാത്തിരിപ്പുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണേ, നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണേ. ഈ മക്കളെ ഓർത്തെങ്കിലും പറ്റുന്ന സഹായങ്ങൾ ചെയ്യണേന്ന് വീണ്ടും 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 അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഉദയഗിരി പഞ്ചായത്തിലെ കാർത്തുരം മണിയങ്കൊല്ലി താമസിക്കുന്ന അനു ബാബുവും കുടുംബവും വളരെ നിർധന കുടുംബത്തിൽപ്പെട്ടവരാണ്. 3 കുട്ടികളാണ് അനുവിനുള്ളത്. 3 കുട്ടികളും വിദ്യാർത്ഥികളാണ്. 6ാം ക്ലാസ് മുതൽ മേലോട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. കൂലിപ്പണി ചെയ്ത് നിത്യ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ അത്താണിയാണ് നഷ്ടപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ നാടിൻ്റെ മൊത്തത്തിലുള്ള സഹായ സഹകരണങ്ങൾ കൊണ്ടല്ലാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സാധിക്കാത്ത
അതീവ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ രോഗമാണ് ബാധിച്ചിരിക്കുന്നത്. നാടൊന്നാകെ അനുബാബുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമ്മളെ കുറേ മാസങ്ങളായിട്ട് അനു ശ്രീനിവാസനെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു വലിയൊരു തുകയുടെ ആവശ്യമുണ്ട് അനുബാബുവിനെ വീണ്ടും ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അനുബാബു എന്ന യുവതി 3 കുട്ടികളുടെ അമ്മയാണ്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആ യുവതി മാരകമായ ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചികിത്സയിലാണ്. 10-25 ലക്ഷം ഉറുപ്പികയോളം ഇന്നേ വരെ ആ കുടുംബത്തിനും നാട്ടുകാർക്കും ഈ വകയിൽ ചിലവായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഏതാണ്ട് 50 ലക്ഷം ഉറുപ്പികയോളം വരുന്ന ഭാരിച്ച ചിലവ് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരവസരത്തിൽ ലോക മലയാളികളടക്കം മുഴുവൻ ആളുകളുടെ മുന്നിലും ഈ ഒരു കമ്മിറ്റി കൈനീട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ ജില്ലയിലെ ഉദയഗിരി പഞ്ചായത്തിൽ താമസിക്കുന്ന അനുബാബു എന്ന വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സഹോദരി ബ്ലഡ് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാണ്. ഏകദേശം ഇതിനകം 25 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. ഈ പാവപ്പെട്ട കുടുംബത്തിന് ഇനിയും 50 ലക്ഷം രൂപ സമാഹരിക്കണം, ചികിത്സിച്ച് ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ. 3 പറക്കമുറ്റാത്ത പെൺകുട്ടികളാണ് ഇവർക്കുള്ളത്. ഈ പാവപ്പെട്ട സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വളരെ ആത്മാർത്ഥമായി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.